ശ്രീകാന്ത്, കൃത്യമായ ഒരു നിയമലംഘനം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംഭരണത്തിന്, അതായത് താൽക്കാലിക വെയർഹൗസ് ആണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ പടക്ക നിർമ്മാണം ഉണ്ടായിട്ടില്ല, താൽക്കാലിക സംഭരണത്തിന് പോലും അനുമതി ഉണ്ടായിട്ടില്ലേ അവിടെ? നിലവിലിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അവിടെ താൽക്കാലികമായി പടക്കം സംഭരിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്നും അനുമതി തേടിയിരുന്നു, പക്ഷേ പോലീസ് ഇതിനുള്ള അനുവാദം നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നിലവിൽ തൃപ്പൂണിത്തുറ പോലീസിൽ നിന്നാണ് ഇവർ അനുമതി തേടിയിരുന്നത്. പക്ഷേ സുരക്ഷാ മുൻകരുതൽ കണക്കിലെടുത്ത് ഇത്രയധികം പടക്കം സംഭരിച്ചു വെക്കാൻ അനുവാദം നൽകിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി, ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പൊട്ടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കതിനയടക്കമുള്ള വെടിമരുന്നുകളാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് സംഭരിച്ചങ്ങനെ വെക്കാനുള്ള അനുവാദം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഘട്ടത്തിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി, ഗൗരവം വർദ്ധിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകി.